സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം തുടരുകയാണ്. 487 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ. 483 പോയിന്റുമായി തൊട്ടു പിന്നാലെ കോഴിക്കോടുണ്ട്. 481 പോയിന്റുമായി തൃശൂരാണ് മൂന്നാം സ്ഥാനത്ത്. കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് കുച്ചിപ്പുടിയും പരിചമുട്ടും ചവിട്ടുനാടകവും അരങ്ങേറും. നവമി ദിനേശ് കലോത്സവ നഗരിയിൽ നിന്ന് ചേരുകയാണ്. നവമി, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കലോത്സവ നഗരിയിലാണ്, അവിടുത്തെ വിശേഷങ്ങളിലാണ്. എങ്ങനെയുണ്ട്? മൊത്തം വൈബാണോ, കളറാണോ? എന്തായാലും കോഴിക്കോടും കണ്ണൂരും തമ്മിലുള്ള പോരാട്ടം ഞാൻ ഇന്നലെ പറഞ്ഞു നവമിയോട്, അപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് പുത്തിരി അല്ല എന്ന്. പക്ഷെ എന്തായാലും ആര് ജയിച്ചാലും നമ്മുടെ കുട്ടികളാണ്, നമുക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്താണ് ഇന്ന് പ്രത്യേകിച്ചും ജനപ്രിയ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതെ ഭവ്യ, എന്തായാലും തൃശ്ശൂർക്കാർക്ക് ആതിഥ്യമരുളാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയേറെ മനോഹരമായിട്ടാണ്, അല്ലെങ്കിൽ അത്രയേറെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ കുട്ടികളെ സ്വീകരിക്കുന്നത്. അത് നമ്മൾ ഓരോ വേദിയിലും കാണാനുണ്ട്. രാത്രിയൊക്കെ 11 മണിയൊക്കെ കഴിയും അവസാന മത്സരം അവസാനിക്കാൻ വേണ്ടി. അപ്പോൾ പോലും നിറസദസ്സുകളാണ് ഓരോ വേദിയിലും ഉണ്ടാകുന്നത്. വലിയ സന്തോഷം തന്നെയാണ് തൃശ്ശൂർക്കാർക്കും ഒപ്പം ഇവിടെ എത്തുന്നവർക്കും. വലിയ സന്നാഹം തന്നെ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെയാണ്, മറ്റ് പരാതികളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇതുവരെയുള്ള 3-ാം ദിവസം വരെയും കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ 3-ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങളുമൊക്കെ അങ്ങനെ തന്നെയാണ്. മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എല്ലാ വേദികളിലും സജീവമാണ്. എല്ലാ വേദികളും നടന്ന് കണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോലീസിന്റേതായിട്ടുള്ള സുരക്ഷ, അങ്ങനെ എല്ലാ മേഖലകളിലും മറ്റ് പിഴവുകളൊന്നും സംഭവിക്കാതെ 3-ാം ദിവസത്തിലേക്കും എത്തിയിരിക്കുകയാണ്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പമാണ്. ഒരു പോയിന്റ് കണ്ണൂർ മുന്നിൽ നിൽക്കുമെങ്കിൽ അത് മലർത്തിയടിച്ചുകൊണ്ട് കോഴിക്കോട് വീണ്ടും മുന്നിലെത്തും. അങ്ങനെ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കേട്ടോ. നമുക്ക് അറിയില്ല ആരാണ്. ഓരോ നിമിഷവും നമ്മൾ ഈ പോയിന്റ് ലിസ്റ്റ് നോക്കുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ പോരാട്ടമാണ് ഈ രണ്ട് ജില്ലകൾ തമ്മിൽ നടക്കുന്നത്. പക്ഷെ മത്സരങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കലയെ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വേദി, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കലോത്സവ വേദികളെ കാണേണ്ടത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അവരുടെ ഈ മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടിയില്ലെന്നോ അല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് പുറത്തായെന്നോ അതിലൊന്നുമല്ല കാര്യം. അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞു. പിന്നീട് നാളത്തെ അവരുടെ ഭാവി ഏത് വിധത്തിലാകും, അല്ലെങ്കിൽ ഈ എ ഗ്രേഡ് കിട്ടിയ കുട്ടി ആയിരിക്കില്ല, മറ്റു കുട്ടിയായിരിക്കും ചിലപ്പോൾ നാളെയുടെ വാഗ്ദാനമായി അല്ലെങ്കിൽ പ്രശസ്തിയിലൊക്കെ എത്തുന്നത്. അതൊക്കെ ഈ കലോത്സവ വേദിയെ അല്ലെങ്കിൽ കലോത്സവത്തെ, അവരുടെ മത്സരത്തെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. എല്ലാ കുട്ടികളും വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഇതുവരെയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഓളം വൈബ് പിടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു ഫോട്ടോ ഉണ്ട്. പൂക്കി വൈബ് കലോത്സവം എന്ന് പറഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം ഇന്നത്തെ നവമിയുടെ കോസ്റ്റ്യൂമാണ്. ഭയങ്കര വെറൈറ്റി കോസ്റ്റ്യൂമൊക്കെ ആണല്ലോ. ഫുള്ളൊരു കളറാക്കാനാണ് ഉദ്ദേശം അല്ലേ? അതെ, നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്നില്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആകുമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. കാരണം എവിടെ നോക്കിയാലും വൈബാണ്, എവിടെ നോക്കിയാലും നമ്മുടെ ജെൻസി പിള്ളേരാണ്. അവരുടെ മുന്നിലൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ എത്രയെങ്കിലും ഒക്കെ കാണിക്കണം. എന്തായാലും വൈകിട്ടാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് ഈ തൃശ്ശൂർ നഗരത്തെ അലങ്കരിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ഒരു മോണോ ആക്ട് കുട്ടിയും കൂടി ചേരുന്നുണ്ട്. നമുക്ക് അവരുടെ ചെറിയൊരു പെർഫോമൻസ് കൂടി കാണാം. ഹായ്, എന്താ പേര്? ഉത്തര മോണോ ആക്ട് മത്സരിക്കാൻ പോവാ. നാലാമത്തെ കൊല്ലാണ്. അപ്പൊ കഴിഞ്ഞ തവണകളിലെല്ലാം എ ഗ്രേഡ് കിട്ടി. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? GHSS വടകര പുത്തൂർ. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയ പെർഫോമൻസ്. ഓക്കെ. പൂമാതൈ പൊന്നമ്മ ആരാ? എന്തിനാ എന്റെ വളയുന്നേ? ആരാ? എന്നെ വിടാനാ പറഞ്ഞേ? ജാനകി, വയറും തലയും കീറി മുറിച്ച് ചെറിയ വെറും നിലത്ത് വെള്ള പുതപ്പിച്ച് കിടത്തത് എന്റെ ശവോ. എനിക്ക് കാണണ്ട, വേണ്ട. ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കൂല. എന്റെ തീയൻ തൂങ്ങിയതല്ല, തൂക്കിയതാവന്.
വളരെ മനോഹരമായിട്ട് ആ കണ്ണ്, ഞാൻ ആ കണ്ണിലാ ശ്രദ്ധിക്കുന്നത്. കണ്ണൊക്കെ നനഞ്ഞു അല്ലെ, കണ്ണ് നിറഞ്ഞു. ആക്ടിങ്ങിനിടയിൽ അതൊക്കെ അങ്ങ് വരും അല്ലെ, ജീവിക്കുകയാണ്. ഇത് എത്ര വർഷമായി പഠിക്കുന്നുണ്ട്? ഇപ്പൊ ഞാൻ 9 വർഷമായി പഠിക്കുന്നു സത്യമുദ്ര സാർ കീഴില്. ഇപ്പൊ 2 വർഷമായി ശ്രീസ്ത സാറാണ്, സുരേഷ് ശ്രീസ്ത സാറാണ് എനിക്ക് സ്ക്രിപ്റ്റ് എഴുതി തരുന്നത്. അപ്പോ ഇതിനു മുൻപും ഒക്കെ ഏതൊക്കെയാ അവതരിപ്പിച്ചത്? ഇതിപ്പോ അവതരിപ്പിക്കാൻ വന്നത് ചൂടി വിൽക്കുന്ന ജാനകി, UA ഖാദറിന്റെ കഴിഞ്ഞ വർഷം ചെയ്തത് കൊച്ചു സീതയായിരുന്നു. മുന്നത്തെ വർഷം ഹൈദരലി ആയിരുന്നു കഥകളി. അതിന്റെ മുന്നത്തെ വർഷം മലയാളത്തിലെ ആദ്യത്തെ നായിക റോസി. ഇത് മറ്റേതെങ്കിലും വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ടോ? അതോ ഞാൻ ഫോക്ക് ഡാൻസിൽ മത്സരിക്കാറുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ ഒരു ഫസ്റ്റ് മത്സര സമയത്ത് A ഗ്രേഡ് വായിച്ചത്. അപ്പൊ എല്ലാവിധ ആശംസകളും. മോണോ ആക്ട് ആണ് ഇപ്പോൾ കണ്ടത്. എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി ഇത് അവതരിപ്പിച്ചത്. കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാതെ വേഗം തന്നെ ആ കുട്ടിയെ വിടേണ്ടി വന്നത്. ഇങ്ങനെ തന്നെയാണ് ഭവ്യ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ആരാണ് ഇതിൽ മികച്ചത് എനിക്കറിയില്ല. ജഡ്ജിമാർ എങ്ങനെ കുട്ടികൾക്ക് A ഗ്രേഡ് നൽകുന്നു? ഹായ്, ഇത് എവിടെന്നാ വരുന്നത്? ഏത് ഐറ്റമാ? നാടൻ പാട്ട്. ഇപ്പൊ എല്ലാം റെഡിയായി, സെറ്റ്. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇവിടെ റൂമിലേക്ക് പോവാണ്. ഇനി മേക്കപ്പ് ഇടണം, റെഡി ആവട്ടെ. എത്ര മണിക്കാ മത്സരം? ഇനി ക്ലസ്റ്റർ ഏതാന്നൊക്കെ തീരുമാനിക്കാം അല്ലെ? എന്നാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും, നിങ്ങൾ ടയേർഡ് ആണെന്ന് അറിയാം, എന്നാലും വന്നിട്ടില്ല. എന്നാലും നിങ്ങൾ ഒന്ന് വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയാലും മതി. പാടിക്കോ. ഏതാ പറയണ്ടേ? ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോ. ഇഷ്ടമുള്ളത് എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി പൊയ് ചൊല്ലുന്ന മലർത്തേങ്കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കുറി മാനം അവനേകുമോ അവനില്ലാതെ ഞാനില്ല ഇന്നെന്റെ കണ്ണന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറയുമോ? അടിപൊളിയായിട്ടുണ്ട്. കൈയ്യടി കൊടുക്ക്. നിങ്ങൾ ഏത് സ്കൂളെന്ന് പറഞ്ഞേ? ചായൂത്ത്. അപ്പോ ഇന്ന് എല്ലാവിധ ആശംസകളും. നന്നായി പെർഫോം ചെയ്യട്ടെ, A ഗ്രേഡ് സ്വന്തമാക്കട്ടെ. ഇത് ആദ്യമായിട്ട് വരികയാണോ കലോത്സവം? അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിന്റെ ഒരു വൈബൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പോവാൻ. സെറ്റ്. അപ്പൊ ഒരു ചിയേഴ്സ് പറഞ്ഞേ, എല്ലാരും കൂടി ചേർന്ന്. ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ കാസർഗോഡത്തെ കുട്ടികളാണ് ഇപ്പോൾ ഒരു പാട്ട് പാടിയത്. എന്ത് മനോഹരമായിട്ടല്ലേ കുട്ടികൾ പാടുന്നത്. നാടൻ പാട്ട് സംഘമാണ്. അവരിപ്പോ എത്തിയതേ ഉള്ളൂ. അവരെ നമ്മൾ അധിക നേരം നിന്ന് മുഷിപ്പിക്കണില്ല. എന്നാലും ക്യാമറയിൽ നിന്ന് ബൈ 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 ബൈ. ഇതാണ് ഭവ്യ. ഓരോ ദിക്കിലും എവിടെ നോക്കിയാലും കുട്ടികളുടെ വൈബും പാട്ടും അവരുടെ ഓരോ മത്സരങ്ങളും അവരുടെ കലാപ്രകടനങ്ങളും മാത്രമേ കാണാനുള്ളൂ. ഇത് കുട്ടികൾ മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോരുത്തരും. ഇന്നലെ ക്യാമറ കാണുമ്പോൾ തന്നെ ചില ആളുകളൊക്കെ വന്നിട്ട് ഒന്ന് പാട്ട് പാടിക്കോട്ടെ, ഒരു കഥാപ്രസംഗം നടത്തിക്കോട്ടെ എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും തൃശ്ശൂര് ആ കലോത്സവം ഒരു പൂരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ കൂടി ഒന്ന് പറയേണ്ടി വരും. 121 ഇനങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. ഇന്ന് 60 ഇനങ്ങൾ കൂടി ബാക്കിയുണ്ട്. കുച്ചിപ്പുടി, തിരുവാതിരക്കളി, പരിചമുട്ട്, വൃന്ദവാദ്യം, അതോടൊപ്പം തന്നെ ചവിട്ട് നാടകമുണ്ട്. ചവിട്ട് നാടകത്തിന് സ്ഥിരമായി നല്ല ആളുകൾ ഉള്ള പ്രേക്ഷകരുള്ള ഒരു ഐറ്റം കൂടിയാണ്. ചവിട്ട് നാടകമുണ്ട്, ഭരതനാട്യം, നാടൻപാട്ട്, പൂരക്കളി, നങ്ങ്യാർ കൂത്ത്, യക്ഷഗാനം, കേരള നടനം ഉൾപ്പെടെയുള്ള മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് 50 മത്സരങ്ങളാണ് ഉള്ളത്. 25 വേദികളും നിറഞ്ഞ സദസ്സുകളിൽ തന്നെയായിരിക്കും ഇന്നും മത്സരങ്ങൾ നടക്കുക. തീർച്ചയായും. എന്തായാലും നാമി പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും തൃശ്ശൂര് പൂരങ്ങളുടെ നാട്, കലാപൂരത്തിന്റെ അങ്ങേയറ്റം നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് മത്സരിക്കാൻ ഇറങ്ങുന്ന എല്ലാ കുരുന്നുകൾക്കും ന്യൂസ് 18ന്റെ ആശംസകൾ. നവമി ദിനേശാണ് കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.